പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി അന്തിമഘട്ടത്തിലേക്ക്. ചർച്ചകൾ നിയമനിർമ്മാണ നടപടികളിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. ഇന്ത്യയും US-ഉം തമ്മിലുള്ള നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി യാഥാർത്ഥ്യമാകുന്നു. ഇരുപക്ഷവും മിക്ക വിഷയങ്ങളിലും ഒത്തുചേരുന്നതായി ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ചർച്ചകൾ നിയമനിർമ്മാണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടണിൽ നടന്ന മുൻ റൗണ്ട് ചർച്ചകൾ അവസാനിച്ചതിന് ശേഷം മിക്ക വിഷയങ്ങളിലും ഇരുപക്ഷവും ഒത്തുചേരുന്നതായി ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചർച്ചകൾ നന്നായി പുരോഗമിക്കുകയാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും താരിഫ് ഇതര തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇരുപക്ഷവും തമ്മിൽ ഇനിയും പരിഹരിക്കാനുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇന്ത്യയുടെ ക്വാളിറ്റി കൺട്രോൾ ഓർഡറുകൾ അമേരിക്കൻ കയറ്റുമതിക്കാർക്ക് താരിഫ് ഇതര തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി ആശങ്കയുണ്ട്. അടുത്ത റൗണ്ട് വ്യക്തിഗത ചർച്ചകളുടെ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞയാഴ്ച വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ ഉൾപ്പെടെയുള്ള വാണിജ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വാഷിംഗ്ടണിലുണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച അവസാനത്തോടെ ചർച്ചകൾ അവസാനിപ്പിച്ച വാരാന്ത്യത്തിൽ സംഘം മടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ രാത്രികാലങ്ങളിൽ ടാക്സി നിരക്ക് കൂടും. സ്മാർട്ട് ആപ്പ് വഴി ബുക്കിംഗുകൾ നടത്തുന്നവർക്കും സാധാരണ ടാക്സികൾക്കും ഈ മാറ്റങ്ങൾ ബാധകമാണ്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ടാക്സി നിരക്കുകളിൽ മാറ്റം വരുത്തി. വ്യത്യസ്ത സമയങ്ങൾക്കനുസരിച്ച് മിനിമം ചാർജുകളും ബുക്കിംഗ് ഫീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സേവന നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഹാല, കരീം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ 13 ദിർഹം മിനിമം നിരക്ക് നൽകണം. ഇത് മുൻപ് 12 ദിർഹമായിരുന്നു. തിരക്കുള്ള സമയങ്ങൾ, തിരക്കില്ലാത്ത സമയങ്ങൾ, രാത്രിയിലെ സഞ്ചാരം എന്നിവ അനുസരിച്ച് ഇനി നിരക്ക് വ്യത്യാസപ്പെടും. RTA ടാക്സി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 28 പുതിയ സംരംഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ദുബായിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഡ്രൈവർ യൂണിഫോമുകൾ, ശുചിത്വത്തിനും സുഖസൗകര്യങ്ങൾക്കുമായി മെച്ചപ്പെടുത്തിയ ലെതർ സീറ്റുകൾ, ടാക്സികളിൽ റിയൽ ടൈം എയർ ക്വാളിറ്റി സെൻസറുകൾ എന്നിവ ഉൾപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് സൗജന്യമായി പണം അയക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പ് സെൻഡ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ശമ്പള ദിനം അടുത്തിരിക്കെ വന്ന ഈ തീരുമാനം പ്രവാസി മലയാളികളെ ആശങ്കയിലാക്കി. സൗജന്യമായും വേഗത്തിലും പണം അയക്കാൻ സാധിച്ചിരുന്നതിനാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ടാപ്പ് സെൻഡ് ആപ്ലിക്കേഷനാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഉപയോക്താക്കൾക്ക് അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ ഒരാഴ്ചയായി ഈ ആപ്പ് പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഉപയോക്താക്കൾ വ്യക്തമാക്കുന്നത്. സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തനം നിർത്തിവെച്ചതെന്ന് കമ്പനി പറയുന്നു. ശമ്പള ദിനം അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ആപ്പ് നിർത്തലാക്കിയത് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സർവീസ് ചാർജ് ഇല്ലാത്തതും മികച്ച വിനിമയ നിരക്കും കാരണം നിരവധി പ്രവാസികളാണ് ഈ ആപ്പിനെ ആശ്രയിച്ചിരുന്നത്. ഒരു മാസത്തിൽ ഒന്നിലധികം തവണ പണം അയച്ചാലും സർവീസ് ചാർജിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കും ഫിലിപ്പീൻസിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കോടിക്കണക്കിന് ഡോളറാണ് ഓരോ വർഷവും അയക്കുന്നത്. ഇത്തരം ആപ്പുകൾ തങ്ങളുടെ വളർച്ചയ്ക്കായി സൗജന്യ കൈമാറ്റം ആദ്യം വാഗ്ദാനം ചെയ്യുമെന്നും പിന്നീട് തുക ഈടാക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.